അമിതമായ ചങ്കിടിപ്പ്, കൂടെ കൂടെ ശ്വാസം കിട്ടാത്ത അവസ്ഥ, തണുത്ത് വിറയ്ക്കുന്ന അനുഭവം, ഇങ്ങനെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പാനിക് അറ്റാക്സ്. പെട്ടെന്നുണ്ടാവുന്ന ഉത്കണ്ഠ 1 അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് അതിന്റെ പീക്കിലേക്ക് എത്തുകയും ഒരു 10-15 മിനിറ്റ് കൊണ്ട് അത് ഇല്ലാതാവുകയും ചെയ്യുന്നതാണ് പാനിക് അറ്റാക്സ്. പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നത് വിഷാദ രോഗത്തിന്റെ ഭാഗമായിട്ടോ ഉത്കണ്ഠ രോഗത്തിന്റെ ഭാഗമായിട്ടോ ആവാം. ചിലർക്ക് മദ്യം അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായോ സ്മോക്കിങ്ങിന്റെ ഭാഗമായിട്ടോ ഉണ്ടാകാം. അല്ലെങ്കിൽ സൈക്കോസിസ് എന്ന് പറയുന്ന വിഭ്രാന്തിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ OCD അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായിട്ടോ എല്ലാം പാനിക് അറ്റാക്ക് ഉണ്ടാകാവുന്നതാണ്. ഇത് ഒന്നും കൂടാതെ അകാരണമായി പാനിക് അറ്റാക്ക് വരുന്നതിന് നമ്മൾ പാനിക് ഡിസോർഡർ എന്നും പറയും. ചിലർക്ക് ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണങ്ങൾ കാണിക്കും. അതായത് ചങ്ക് ഇടിക്കുന്നതായി അല്ലെങ്കിൽ നെഞ്ചത്തൊരു ഭാരം എടുത്തു വെച്ചതായി അനുഭവപ്പെടുന്നു. ചിലർക്ക് അത് ഗ്യാസ്ട്രൈറ്റിസ് സംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങളായിട്ട് അനുഭവപ്പെടും. അതായത് വയറിന്റെ താഴെ നിന്ന് മേളിലേക്ക് ഉരുണ്ട് കയറുന്നതായി അനുഭവപ്പെടുക, നെഞ്ചരിച്ചിൽ അനുഭവപ്പെടുക എന്ന ലക്ഷണങ്ങളാവാം. ചിലർക്ക് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളായിട്ട് അനുഭവപ്പെടാറുണ്ട്. അതായത് തലയ്ക്ക് പെരുപ്പ്, തലവേദന, കൈകാലുകൾക്ക് തരിപ്പ്, തണുപ്പ് അനുഭവപ്പെടുന്നു, അങ്ങനത്തെ ലക്ഷണങ്ങൾ. ചിലർക്ക് ശ്വാസ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളായിട്ട് അനുഭവപ്പെടാറുണ്ട്. അതായത് ശ്വാസം തിങ്ങി നിൽക്കുന്നു, ഇവിടെ തൊണ്ടയിൽ എന്തോ കുടുങ്ങി നിൽക്കുന്നതായിട്ട് അനുഭവപ്പെടുക. ഇതെല്ലാം പാനിക് അറ്റാക്സിന്റെ ലക്ഷണങ്ങളായിരിക്കാം. പാനിക് അറ്റാക്കിന്റെ ട്രീറ്റ്മെന്റിനായിട്ട് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് 4 കാര്യങ്ങളാണ്. ഒന്ന്, ബ്രീത്തിങ് എക്സസൈസസ്. ബ്രീത്ത് ഇൻ ചെയ്യുക, കൂടുതൽ സമയം എടുത്തിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക. രണ്ടാമതായിട്ട് പറയുന്നത് മസിൽ റിലാക്സേഷൻ ടെക്നിക്സ്. നമ്മളുടെ കാല് മുതൽ തല വരെയുള്ള മസിൽസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് റിലാക്സ് ചെയ്യുന്ന ടെക്നിക്. പിന്നെ മൂന്നാമതായിട്ട് സൈക്കോതെറാപ്പീസ്, CBT പോലത്തെ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി പോലത്തെ സൈക്കോതെറാപ്പീസ്. നാലാമതായിട്ട് മെഡിക്കേഷൻസ്. നമ്മൾക്ക് ഉത്കണ്ഠ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻസ് ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മളുടെ പാനിക് അറ്റാക്ക് ട്രീറ്റ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പാനിക് അറ്റാക്ക് നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ 100% നമ്മൾക്ക് റെസ്പോൺസ് കിട്ടുന്ന ഒരു അസുഖമാണ്. അത് ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കണ്ട് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്.